നിനക്കെല്ലാം അറിയാം. മകന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും ഭർത്താവ് അറിയാതെ ചൂട്ടുപിടിച്ച് നടക്കുന്നോളല്ലേ നീ. ഏതറിയ പെണ്ണ്? ശ്യാമ എന്നും ഓർത്ത് കരയാറുള്ള പെണ്ണ് ഇവളാണോ? അല്ല, ആ പെണ്ണ് കല്യാണം കഴിഞ്ഞു പോയി. അത് നീ നേരത്തെ പറഞ്ഞു തൊലച്ചതാണല്ലോ. അവള് പോയപ്പോ മറ്റൊരു പെണ്ണിനെ പ്രേമിച്ചു തുടങ്ങിയതായിരിക്കും. ഇവനിങ്ങനെ മാറി മാറി പെണ്ണുങ്ങളോടൊപ്പം ചുറ്റടിക്കുന്നതാണോ പണി? ചേട്ടൻ കരുതുന്ന പോലൊന്നും അല്ല. അവനോടൊപ്പം ഉള്ള പെണ്ണ് അവനേക്കാൾ പ്രായം കൂടിയവളാ. വല്ല പരിചയക്കാരുമായിരിക്കും. പ്രേമം തൊഴിലാക്കിയവർക്ക് ഈ പ്രായ കൂടുതൽ ചന്തം കുറവൊന്നും ഒരു പ്രശ്നമല്ല. എന്റെ വർഷമോളെ കൊണ്ടു നടക്കുന്ന മരുന്നിന്റെ ഭീകരത അവൻ അറിയുന്നില്ല. ആയിരക്കണക്കിന് നിരപരാധികളുടെ ആയുസ് എടുക്കുന്ന കൊടും വിഷം അത് വിതരണം ചെയ്യുന്ന ഏജന്റാണ് അവളെന്ന് അവൾ അറിയുന്നില്ലല്ലോ. എന്റെ ദേവി, എന്റെ പാവനീതിയെ ഞാൻ എങ്ങനെ രക്ഷിക്കുക ചെയ്യാമേ? ചേച്ചി കരയല്ലേ? ചേച്ചി കരയാതെ. ചേച്ചി കരയല്ലേ? കരയല്ലേ ചേച്ചി? നോക്കടി, കണ്ണു തുറന്ന് നോക്ക്. ഇപ്പൊ എന്ത് പറയുന്നു നീ? ചേർത്ത് പിടിക്കാനും കണ്ണീരൊപ്പാനും തലോടാനും പരിചയക്കാര് മാത്രമാണ് ഇവര്. ഇത് വേറൊന്നുമല്ല. അവനിൽ നിന്ന് പള്ള വീർപ്പിച്ചിട്ട് ഇപ്പൊ അതിന്റെ ഉത്തരവാദി അവനല്ലാന്ന് പറഞ്ഞപ്പോ അതിന്റെയാണ് ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ. ഇതൊക്കെ മനസ്സിലാക്കാനേ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഈ താൻ തോന്നി ചെറുക്കൻ നമ്മുടെ കുടുംബം തകർക്കും, അവന്റെ അപ്പച്ചിയെ പോലെ. അവന്റെ തോളിൽ ആശ്വാസത്തോടെ തലയാച്ചു വയ്ക്കാൻ ഇവൻ വന്ദനയുടെ ആരാ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിക്രമന് താലിയെടുത്ത് കൊടുത്തത് ഇവനല്ലേ? വർഷയുടെ കൂട്ടുകാരൻ. ഇവന് വർഷയുടെ ചേട്ടത്തി വന്ദനയായിട്ട് എന്താ ബന്ധം? നീ വന്ദനയ്ക്ക് അവനോട് പ്രേമമാണോ? ഇനി അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കുന്നത്? ഏയ്, അതാവില്ല. അനിയത്തിയുടെ കൂടെ പഠിച്ച പയ്യൻ, അത് ലോജിക്കല്ല. മാനത്തെ കൊട്ടാ